ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന PSC കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്നുള്ള കോഴ്സിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ വെൽഡിംഗ് എന്നുള്ള സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് പഠിക്കണം. അതിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വെൽഡിങ്ങിൻ്റെ ഒരു ബേസിക് കോഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിങ്, അതിൽ വരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകൾ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വെൽഡിംഗ് എന്നുള്ള സബ്ജക്റ്റ് പണ്ടൊക്കെ നമ്മൾ BUG പഠിച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്ന എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ബ്രീഫ് ഐഡിയ നമുക്ക് കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ വാട്ട് ഈസ് വെൽഡിംഗ് എന്ന് നോക്കും. വെൽഡിംഗ് എന്ന് പറയുന്നത് എന്തായാലും ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽസ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകുന്നത്? ഇറ്റ്സ് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് ആറ്റം ഇൻ ടു ദ ജോയിൻറ്റ്. ഇപ്പോൾ ഒരു മെറ്റലിൽ നിന്ന് വേറെ മെറ്റലിലേക്ക് ഡിഫ്യൂഷൻ മൂലമാണ് നമ്മൾ വെൽഡിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഈ വെൽഡിങ് പല ടൈപ്പ് ഉണ്ട്, നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ പറയുകയാണ്, ഇറ്റ് മേ ബി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഹീറ്റിംഗ് ഉണ്ടാവാം, ഹീറ്റിംഗ് ഇല്ലാതിരിക്കാം. അല്ലെങ്കിൽ പ്രഷർ, ചില വെൽഡിങ്ങിൽ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫെവിക്വിക്ക്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഫെവിക്വിക്ക് വെക്കുക? ഫെവിക്വിക്ക് മെറ്റലല്ല, ഞാൻ ജസ്റ്റ് ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞോളാം. വെൽഡിംഗ് എന്നല്ല, ഒരു 2 പീസുകൾ നമ്മൾ ജോയിൻ ചെയ്ത ഫെവിക്വിക്ക് വെച്ച് നമ്മൾ കൈകൊണ്ട് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചു, അങ്ങനെയാണെങ്കിൽ അത് ജോയിൻ ആവും. അപ്പോൾ അതുപോലെ തന്നെ വെൽഡിങ്ങിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ജോയിൻ ആവുന്ന പ്രോസസ്സുകളുണ്ട്, പ്രഷർ അപ്ലൈ ചെയ്യാതെ ജോയിൻ ആവുന്ന പ്രോസസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്, ഹീറ്റ് ചെയ്യാതെ ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, എനിവേ ഇറ്റ്സ് എ ഡിഫ്യൂഷൻ ഓഫ് ആറ്റം ഇൻ ടു ദ വെൽഡ്. അത് രണ്ട് മെറ്റലുകൾ തമ്മിൽ ആറ്റത്തിൻ്റെ ഡിഫ്യൂഷൻ വെച്ച് ജോയിനിങ് ഹാപ്പൻ ആവും. ഓക്കെ, അതിന് മുന്നേ ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതൊരു സ്ട്രോങ് ആൻഡ് ടൈറ്റ് ജോയിൻ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ് കമ്പയർഡ് ടു അതർ ജോയിൻറ്റ്സ്. അത് സിംപ്ലിസിറ്റിയാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ വെൽഡിംഗ് പ്രോസസ്സ് മെക്കാനിക് ഓട്ടോമൈസ്ഡ്, ഇപ്പോൾ ഒരു ഇതെല്ലാം മാനുവൽ വെൽഡിങ്ങുകൾ കുറവാണ്, കൂടുതലും ഇൻഡസ്ട്രിയിലൊക്കെ ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രോസസ്സുകളാണ്. ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് എല്ലാം ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രോസസ്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതിന് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ വെൽഡിംഗ് എന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് 90% വെൽഡിങ്, നമ്മളെല്ലാവരും കാണുന്ന വെൽഡിങ്ങുകളെല്ലാം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന വെൽഡിങ്ങുകളാണ്. പിന്നെ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റൽ. അതിനായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ചെറിയ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അത് കാരണം അതിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലെ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് വെൽഡിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ. പിന്നെ പറയുന്നത് അതന്നെ മൈക്രോസ്ട്രക്ചർ, ക്രിസ്റ്റൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ എബോവ് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ചേഞ്ച് വരും. തേർഡ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് ഈ വെൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് UV റേസ്. നമ്മൾ വെൽഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽഡിങ് നോക്കുമ്പോൾ ആൾക്കാർ പറയും അതിൽ നോക്കണ്ട, അതിൽ കാണുന്ന ലൈറ്റിലേക്ക് നോക്കണ്ട, ഇറ്റ് വിൽ ഹാം. അതായത് നമ്മൾ ചെയ്യുന്നതിനെ അറിയാം. നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ വെൽഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി പോകുമ്പോൾ നല്ല രാത്രി കണ്ണിനൊക്കെ നല്ല വേദന, കണ്ണിൽ നിന്ന് വെള്ളം വരലൊക്കെ ഇഷ്ടപ്രകാരമുണ്ടായിരിക്കും. അത് UV ലൈറ്റ് കാരണമാണ് അതിതുണ്ടാവുന്നത്. നെക്സ്റ്റ് തന്നെ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂംസ്. പണ്ടൊന്നും ഫ്യൂംസിന് അത്ര കാര്യമായിട്ട് ബോദർ ചെയ്തിരുന്നില്ലെങ്കിലും ഇപ്പോൾ പണ്ട് മിഗിൻ്റെ ഫ്യൂംസ് മാത്രമേ ബോദർ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ നോർമൽ GT ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് വരുന്ന ഫ്യൂംസ് പോലും അനലൈസ് ചെയ്തിട്ട് അതിൽ ഒരുപാട് ഹാംഫുൾ എഫക്റ്റുകൾ ഉണ്ടെന്ന് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. മിഗ് വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. പിന്നെ അതിന് വെൽഡിങ് ചെയ്യുന്ന ആൾക്കാർ എക്സ്പോസ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ, ഇതെല്ലാം വെൽഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്. പിന്നെ വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ബിൽഡിങ്, സ്ട്രക്ചറൽ വർക്ക്സുകൾ, മെക്കാനിക്കൽ പവർ പ്ലാന്റ് എടുത്ത് നോക്കിയാൽ പവർ പ്ലാന്റ് മൊത്തം സ്ട്രക്ചറിൽ സ്റ്റീൽ MS അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അതിൽ ഫുള്ള് വെൽഡിങ് ആൻഡ് ബോൾട്ടഡ് ജോയിൻസുകളായിരിക്കും. പിന്നെ ഓട്ടോമോട്ടീവ്, ഷിപ്പുകൾ, എയർക്രാഫ്റ്റ്, പൈപ്പ് ലൈൻസ്, ടാങ്ക്സ്, വെസൽസ്, റെയിൽ റോഡ്സ്, മെഷീനറി എലിമെൻറ്റ്സ്, എല്ലായിടത്തും നമുക്ക് വെൽഡിങ്ങിലാണ്. നമ്മളിപ്പോൾ ഇടുന്ന റൗണ്ടർ നോക്കി വന്നാൽ എന്തെങ്കിലും ഒരു വെൽഡ് ജോയിൻറ്റ് കാണാതിരിക്കില്ല. അതായിരിക്കും നമ്മുടെ വെൽഡിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ബ്രീഫ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ വെൽഡിങ്ങിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. വെൽഡിങ് മെയിൻ ക്ലാസിഫിക്കേഷൻ 6. അതിൽ ആദ്യത്തെ ഗ്യാസ്, രണ്ടാമത്തെ ആർക്ക്, റെസിസ്റ്റൻസ്, സോളിഡ് സ്റ്റേറ്റ്, തെർമോകെമിക്കൽ ആൻഡ് റേഡിയൻ എനർജി. ഈ ലാസ്റ്റ് 2 വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞാൽ അതിൽ ചെറിയ ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. ആദ്യത്തെ 4 മെയിൻ ക്ലാസിഫിക്കേഷൻസ്: ഗ്യാസ് വെൽഡിങ്, ആർക്ക് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. ഗ്യാസ് വെൽഡിങ്ങിന് നമ്മൾ
ഇപ്പോൾ ലൈറ്റ് മെറ്റൽസ് തിക്നെസ് കുറഞ്ഞ ഷീറ്റുകൾ വെൽഡ് ചെയ്യാൻ ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യും. ഈ ഗ്യാസ് വെൽഡിങ്ങിൽ മെയിൻലി 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആ 4 ക്ലാസിഫിക്കേഷനും വരുന്നത് അതിൽ യൂസ് ചെയ്യണ എയറും ഫ്യൂവലും യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു ഫയർ ജനറേറ്റിങ്ങിൽ 3 കോമ്പണൻസ് വേണമെന്ന് പറയാം. ഫയർ കത്താനുള്ള ആവശ്യമുള്ള ഓക്സിജൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ വേണം, പിന്നെ അതിനുള്ള ഹീറ്റ് വേണം. ഹീറ്റ് നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കും. അതിൽ കത്താനുള്ള ഓക്സിജനെയും ഫ്യൂവലിൻ്റെയും ഇത് വെച്ചിട്ട് ഫ്യൂവൽ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് എയർ അസെറ്റ്ലിയും അതിൽ എയറിൽ നിന്ന് ഓക്സിജൻ അവർ ആവശ്യമുള്ള ഓക്സിജൻ എടുക്കുന്നു, അസെറ്റ്ലിയും ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നു. സെക്കൻഡ് കേസ് അസെറ്റ്ലിയും ഓക്സിജനാണ് എയർ ആവശ്യമുള്ള ഓക്സിജനായിട്ട് കൊടുക്കുന്നു, അസെറ്റ്ലിയും ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ റേസ് ചെയ്യുന്ന ഗ്യാസ് വെൽഡിങ് പ്രോസസ്സ് അസെറ്റ്ലീനാണ്. തേർഡ് വൺ ഹൈഡ്രിയൻ, ഫ്യൂവൽ അസെറ്റ്ലിയും മാറ്റിയിട്ട് ഹൈഡ്രിയൻ ആയിരുന്നു. ഫോർത്ത് വൺ പ്രഷറൈസ്ഡ് ഗ്യാസ്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആർക്ക് വെൽഡിങ്. ഏറ്റവും കൂടുതൽ 90% നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മളെല്ലാം വർക്ക്ഷോപ്പിലെല്ലാം പോകുമ്പോൾ കാണുന്നൊരു വെൽഡിങ് പ്രോസസ്സുകളാണ് ആർക്ക് വെൽഡിങ് പ്രോസസ്സ്. ആർക്ക് വെൽഡിങ് പ്രോസസ്സ് ഇലക്ട്രിക് ആർക്ക് ഒരു ഹൈ വോൾട്ടേജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കായിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും ഹൈ ടെമ്പറേച്ചർ, ഓൾമോസ്റ്റ് 6000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊണ്ട് റേസ് ചെയ്യും. ആ റേസ് ചെയ്യുന്ന ടെമ്പറേച്ചർ വെച്ചിട്ട് മെറ്റൽ മോൾട്ടൺ ആക്കിയിട്ട് ആ മോൾട്ടൺ മെറ്റലിൽ നിന്ന് നമ്മൾ മെറ്റൽ ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് ആർക്ക് വെൽഡിങ്. അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് വെച്ചിട്ടും അതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ വെച്ചിട്ട് നമുക്ക് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ആണ് കാർബൺ ആർക്ക്. നമ്മൾ കാർബൺ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിന് ചെറിയ ഷീൽഡ് കൊടുക്കും. അതിൻ്റെ പർപ്പസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. തേർഡ് വൺ SAW, ഇറ്റ്സ് എ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. നമുക്ക് ആർക്ക് കാണാൻ പറ്റില്ല, ആർക്ക് സബ്മേർജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആ വെൽഡിങ് പ്രോസസ്സുകൾ നമുക്ക് നോക്കാൻ പറ്റും. ദാറ്റ്സ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് GTAW, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്. ദേ യൂസിങ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. അതിൻ്റെ വേറൊരു പേരാണ് ടിഗ് വെൽഡിങ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് MIG, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്. അതാണ് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാർക്ക് ഹാംഫുൾ റിപ്പോർട്ട് വന്നിട്ടുള്ള വെൽഡിങ് പ്രോസസ്സാണ് MIG വെൽഡിങ്. ആൻഡ് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്, പ്ലാസ്മ ആർക്ക് വെൽഡിങ്, ഇതെല്ലാം ആർക്ക് വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ റെസിസ്റ്റൻസ് വെൽഡിങ്. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വരുമ്പോൾ ഈവൻ ഗ്യാപ്പ് ഒന്നും ഇല്ലെങ്കിലും ഒരു മെറ്റലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഹീറ്റാവും. നമുക്ക് ഇൻകാൻസൻ ബൾബ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ ബൾബിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഹീറ്റായിട്ട് നമുക്ക് ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പണ്ടത്തെ ഹീറ്ററുകൾ, റൂം ഹീറ്റർ, ഇപ്പോൾ റൂം ഹീറ്റർ അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യും. വാട്ടർ ഹീറ്ററിലുള്ള ആനിക്രോം വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് അത് ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് വെച്ചിട്ട് മെറ്റലിൽ നമ്മൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് വെൽഡിങ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി വെച്ചിട്ട് സ്പോട്ട് വെൽഡിങ്, സീം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെൽഡ് ചെയ്യാം. പ്രൊജക്ഷൻ വെൽഡിങ്, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 2-3 പാർട്സുകൾ നമ്മൾ വെൽഡ് ചെയ്യാം. ഫ്ലാഷ് ബട്ട് വെൽഡിങ്, റെസിസ്റ്റൻസ് ബട്ട് വെൽഡിങ്, ഹൈ ഫ്രീക്വൻസി റെസിസ്റ്റൻസ്, ഫ്രീക്വൻസി വെൽഡിങ്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ആൻഡ് ഫോർത്ത് വണ്ണാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഹീറ്റിംഗ് ഉണ്ട്, ബട്ട് ദ ഹീറ്റിംഗ് ഈസ് ഡൺ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ പാരന്റ് മെറ്റൽ. ബേസ് മെറ്റൽ എന്ന് പറയുന്നത് ഏത് മെറ്റൽ പ്ലേറ്റുകളാണോ വെൽഡ് ചെയ്യുന്നത് അത് നമ്മൾ അതിൻ്റെ ആ ഹീറ്റിംഗ് ടെമ്പറേച്ചറിന് താഴെ ആയിരിക്കും സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് നടത്തുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കുറേ ക്ലാസിഫിക്കേഷൻ, കോൾഡ് ഉണ്ട്, എക്സ്പ്ലോസീവ് ഉണ്ട്, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്. ഒരുപാട് റിസർച്ചുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെൽഡിങ്ങാണ് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്. ഡിഫ്യൂഷൻ വെൽഡിങ്, ഫോർജ് വെൽഡിങ്, ഹോട്ട് പ്രഷർ വെൽഡിങ്, അൾട്രാസോണിക് വെൽഡിങ്. അൾട്രാസോണിക് വെൽഡിങ് എന്ന് അൾട്രാസോണിക് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് അതുകൊണ്ട് വെൽഡിങ് ആണ് അൾട്രാസോണിക് വെൽഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ തെർമോ കെമിക്കൽ വെൽഡിങ് ആൻഡ് റേഡിയൻ്റ് എനർജി വെൽഡിങ്. ഈ റേഡിയൻ്റ് എനർജി വെൽഡിങ്ങിൽ ഒന്ന് ലേസർ ബീമും ഒന്ന് ഇലക്ട്രോൺ ബീമും. നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ ബീമും ഇലക്ട്രോൺ ബീമും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ലേസർ ബീം വെൽഡിംഗ് എന്നും ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്നും പറയുന്നത്. ഇനി 3ാമത്തെ ക്ലാസിഫിക്കേഷൻ തെർമോ കെമിക്കൽ വെൽഡിങ്. ഒരു കെമിക്കൽ കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ തെർമോ കെമിക്കൽ വെൽഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ഒരു ബ്രീഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നെക്സ്റ്റ് വീഡിയോസിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.